കോർപ്പറേഷനിൽ BJP അധികാരം പിടിച്ച ആദ്യ മാത്രയിൽ തന്നെ പ്രഖ്യാപിച്ചതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി 47 ദിവസത്തിനുള്ളിൽ തന്നെ അനന്തപുരിയിലെത്തുമെന്നത്. എന്നാൽ ഇന്ന് അത് BJP യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു പ്രചരണം നടത്തിയിരുന്നു, സ്വീകരിക്കാൻ BJPയുടെ മേയർ ഉണ്ടാകുമെന്ന്. ആ പ്രചരണത്തിൽ നിന്നും ഇപ്പോൾ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയപ്പോൾ അവിടെ BJPയുടെ മേയർ സ്വീകരിക്കാൻ എത്താതിരുന്നതിനെ ചൊല്ലി ഇപ്പോൾ വലിയ ചർച്ചകളും വലിയ വാദങ്ങളും നടക്കുന്നുണ്ട്. മേയർ VV രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാൻ എത്തിയവർക്കൊപ്പം ഇല്ല എന്നതായിരുന്നു അവിടുത്തെ ചർച്ചാ വിഷയം. എന്തുകൊണ്ടാണ് VV രാജേഷ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്താത്തത് എന്ന ചോദ്യങ്ങളായിരുന്നു ഉയർന്നു വന്നത്. ചില മാധ്യമങ്ങളുടെ പ്രധാന തലക്കെട്ട് പോലും മേയർ ഔട്ടായി എന്നതായിരുന്നു. മാത്രമല്ല, മേയറെ ട്രോളിക്കൊണ്ടുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അത് നിരവധിയായി തന്നെ ഇതിനോടകം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇടത് വലത് ഹാൻഡിലുകളിൽ നിന്നാണ് ഇത്തരം ട്രോളുകൾ വന്നിരിക്കുന്നതെന്നാണ് വിലയിരുത്തലായി തന്നെ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് BJP MPയെയും മേയറെയും പരിപാടിയിൽ നിന്ന് ഒഴിവാക്കിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് ഇപ്പോൾ മേയർ VV രാജേഷ് തന്നെ മാധ്യമങ്ങളോട് പ്രതികരിക്കവേ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന 2 പരിപാടികളിലും മേയറും പങ്കെടുക്കേണ്ടതുണ്ട്. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ പോയാൽ കൃത്യസമയത്ത് വേദിയിലെത്താൻ കഴിയില്ല. തിരുവനന്തപുരത്തിനും രാഷ്ട്രീയമായി BJPക്കും ഗുണം ചെയ്യുന്നത് മേയർ 2 പരിപാടിയിലും പങ്കെടുക്കുന്നതാണ് എന്ന് ഞങ്ങൾക്ക് തോന്നി. തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയ ശേഷം പ്രധാനമന്ത്രി ആദ്യമായി എത്തുന്ന പരിപാടിയിൽ മേയർ ഇല്ലാതിരുന്നാൽ അതുണ്ടാക്കുന്ന സാഹചര്യം മറ്റൊന്നാണ്. അതൊഴിവാക്കാൻ ഇതാണ് മാർഗമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ തലസ്ഥാനത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് മേയർ VV രാജേഷിനെ ഒഴിവാക്കിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ മേയർ തന്നെ നൽകിയ ഒരു വിശദീകരണമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു പറഞ്ഞ കാര്യം. സാധാരണ തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രി വരുമ്പോൾ വിമാനത്താവളത്തിൽ മേയർ സ്വീകരിക്കാൻ എത്തുന്ന പതിവുണ്ട്. മോദിയെ സ്വീകരിക്കാൻ എത്തുന്നവരുടെ പട്ടിക നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവിടെ കൈമാറിയിരുന്നു. ഇതിൽ മേയറുടെ പേരും ഉൾപ്പെട്ടതാണ്. തിരുവനന്തപുരം MP ശശി തരൂരിനെയും സ്വീകരിക്കുന്നവരുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തിരുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിക്കുന്നത്. ഇനി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തുമ്പോൾ BJP മേയർ സ്വീകരിക്കുമെന്ന് പ്രവർത്തകർ വലിയ പ്രചാരം നൽകുന്നതായും തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അവിടെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിൻ്റെ നിജസ്ഥിതി ഇതാണ്. അദ്ദേഹത്തിന് 2 പരിപാടിയിലും പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ തന്നെയാണ് അദ്ദേഹം അവിടെ സ്വീകരിക്കാൻ എത്താതിരുന്നത്. എന്നാൽ ഇതിനെ വളച്ചൊടിച്ച് പല രീതിയിലും അദ്ദേഹത്തിൻ്റെ മുഖം അതിൽ ഇകഴ്ത്തി കാണിക്കാനുള്ള ശ്രമങ്ങളാണ് ഇടത് വലത് ഹാൻഡിലുകളിൽ നിന്ന് തന്നെ ഇപ്പോൾ ഇവിടെ ഉരുത്തിരിയുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.